ഇനിയുള്ളത് സെക്ഷനിങ്ങും സ്റ്റെയിനിങ്ങും മൗണ്ടിങ്ങും ഒക്കെയാണ്. സെക്ഷനിങ് എന്തെന്ന് വെച്ചാൽ സെക്ഷനിങ് ഓഫ് ടിഷ്യൂസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഹിസ്റ്റോളജിക്കൽ സ്റ്റഡീസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് സെൽസ്. സെൽസിന്റെ സ്ട്രക്ചർ അറേഞ്ച്മെന്റ് എല്ലാം മനസ്സിലാക്കാനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോളജിക്കൽ സ്റ്റഡിയാണ് നമ്മുടെ സെക്ഷനിങ്. മെയിനായിട്ട് 2 kinds ഓഫ് സെക്ഷനിങ് ഉണ്ട്. ഫ്രീ ഹാൻഡ് സെക്ഷനിങ് ഉണ്ട്, സെക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെക്കാനിക്കൽ കട്ടിംഗ് ഡിവൈസ്, മൈക്രോടോം വെച്ചിട്ടുള്ള സെക്ഷനിങ് ഉണ്ട്. ഫ്രീ ഹാൻഡ് സെക്ഷനിങ് എന്തെന്ന് നോക്കാം. അപ്പോൾ ഫ്രീ ഹാൻഡ് സെക്ഷൻ എന്ന് വെച്ചാൽ ഫ്രീ ഹാൻഡ് നമ്മൾ കൈയോട് തന്നെ സെക്ഷൻ ചെയ്യുന്നതാണ്. Materials that are delicate withstand the action of a knife or blade must be properly supported with some materials before taking sections. Extremely small materials cannot be sectioned by freehand method. Limitations ആണ് ഇത്. അതായത് എക്സ്ട്രീംലി ചെറുതായിട്ടുള്ള നമ്മൾ ഫ്രീ ഹാൻഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, അത്യാവശ്യം വലുപ്പം വേണം. ഫ്രീ ഹാൻഡ് സെക്ഷൻ may not have uniform thickness. Also they may too thicken for microscope observation. നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് സെക്ഷൻ ചെയ്താൽ ചിലപ്പോൾ മൈക്രോസ്കോപ്പിക്കിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സെക്ഷൻസ് ഓഫ് ലെസ് ദാൻ 10 microns cannot be cut by ഫ്രീ ഹാൻഡ് മെത്തേഡ്. 10 micronsനേക്കാൾ ചെറുതായിട്ടുള്ള സെക്ഷൻ നമുക്ക് ഫ്രീ ഹാൻഡ് വഴി ഒരിക്കലും നമുക്ക് സെക്ഷൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് പറഞ്ഞത് നമ്മുടെ മൈക്രോടോമിൻ്റെ സഹായത്തോടുള്ള സെക്ഷനിങ് ആണ്. അപ്പോൾ മൈക്രോടോമി എന്താണെന്ന് നോക്കാം. മൈക്രോടോമി is a cutting of the cells or tissues into thin sections for microscopic or ultra microscopic examination. മൈക്രോസ്കോപ്പിക്കിൽ കൂടെ കാണാനായിട്ട് നമ്മൾ ഒബ്ജക്ട്സിനെ വളരെ തിന്നായിട്ട് സെക്ഷൻ ചെയ്തെടുക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോടോമി. The mechanical device or instrument used for it called microtome. മൈക്രോടോമി എന്ന് പറയുന്നത് ഫീൽഡ് മൈക്രോടോമാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. Microtomes can overcome the limitations of freehand sectioning. They are especially designed to cut away uniformly thin sections of tissues. Extremely thin sections are needed for electron microscopic examination, and this has led to invention of ultramicrotomes. എസ്പെഷ്യലി നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ വളരെ തിന്നായിട്ടുള്ള സെക്ഷൻസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നീടാണ് അതിനുശേഷമാണ് അൾട്രാ മൈക്രോടോംസ് കണ്ടുപിടിക്കാനായിട്ട് കാരണമായിട്ട്. The features of common to all types of microtomes include the feedback mechanism to move the material or the cutting knife forward over a specific and predetermined distance after every cutting stroke. A block holder for holding the block that contains the material, and a strong knife holder for fixing the cutting knife. ഈ 3 സംഭവങ്ങൾ മസ്റ്റായിട്ട് ഒരു മൈക്രോടോമിൽ ഇൻക്ലൂഡ് ആവണം. ഇനി മൈക്രോടോംസ് രണ്ടായിട്ട് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. The microtomes in which the specimen block containing the material remains stationary and the cutting knife move across it. Example: bench microtome, clinical microtome, sliding microtome, sledge microtome, etc. These microtomes are not useful in producing serial sections. However, they are used in taking thin sections of wood and other materials. The microtomes in which the knife remains stationary and the block moves across it back and forth, example rocking microtome, rotary microtome, freezing microtome, and ultra microtome. അതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് റോക്കിംഗ് മൈക്രോടോം, സ്ലെഡ്ജ് മൈക്രോടോം, റോട്ടറി മൈക്രോടോം ഒക്കെയാണ്. റോക്കിംഗ് മൈക്രോടോം എന്താണെന്ന് നോക്കാം. റോക്കിംഗ് മൈക്രോടോം these are the main parts എന്ന് പറയുകയാണെങ്കിൽ a long and heavy base ആയിരിക്കും. A long and solid cylindrical shaft attached to a handle and grooved circular disc. A grooved circular disc at the posterior part of the base. A rising shaft which is connected to the disc by a long screw. A razor holder and a razor holder is a wide groove in the front part of the base. 4 മെയിൻ പാർട്സ് ഉണ്ട് നമ്മുടെ റോക്കിംഗ് മൈക്രോടോമിന്. റോക്കിംഗ് മൈക്രോടോമാണ്. Rocking microtome is very simple in operation and it can be operated manually.
ഏറ്റവും സിമ്പിളായിട്ടുള്ള മൈക്രോടോമാണ് റോക്കിംഗ് മൈക്രോടോം. The specimen block moves up and down in a vertical plane and the feed mechanism is actuated by a large wheel. One rotation of the wheel produces a complete cutting cycle. ഇത്രയുള്ള റോക്കിംഗ് മൈക്രോടോം. Sledge microtome എന്നത് വെച്ചാൽ it is a device in which the sample is placed into a fixed holder which moves back and forth across a knife. It is modern version. Modern version ആണെങ്കിൽ the sludge is placed upon a linear bearing allowing the microtome to readily cut many coarse sections. By adjusting the angle between the sample and the microtome knife, the pressure applied on the sample during the cut and can be regulated appropriately. That is sludge microtome. Typical cut thickness achieved by a sludge microtome is between 1 and 60 nanometer. ഇതാണ് rotary microtome. It's very important. Rotary microtome consists of a large wheel whose rotation causes a block holder to move up and down across the knife. The material is mounted on a block holder which is fixed to a rotating object clamp for orienting the object to any desired position. The object holder works as on a horizontal feed mechanism. The bowl turns the feed screw automatically, advancing the specimen on the upward stroke. The force of the feed screw is transmitted to the specimen through an inclined plane. The amount of feed equivalent to thickness of sections to be cut in micrometers is shown on the side near the wheel and can be set by a knurled button. നമ്മുടെ ഈ റോട്ടറി മൈക്രോടോംസ് ഡിസൈൻ എല്ലാ ടൈപ്പ് റോട്ടറി മൈക്രോടോംസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെയിം ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. General, they have the following major features. The microtome is operated by turning a drive wheel. The cutting knife is stationary and the material mounted block holder moves across it for serial sectioning. The block holder is fixed to a rotating clamp so that it keeps on moving round and round. There are specialized mechanical settings to produce sections of desired thickness. The desired thickness of the sections is produced by adjusting a rotating circular disc called advanced wheel. It is located at the rear end. The cutting knife has uniformly sharp edge without nicks for cutting good sections. The knife holder can be suitably adjusting through a wide range of cutting angles for better results. Serial sectioning in nutshell, when sections are cut in series and mounted in linear order on a slide, the preparation is known as serial sectioning. They have certain advantages over free-handed sections. Paraffin method in nutshell, the most convenient and widely used method in serial sectioning in this paraffin is the paraffin method. Objects that are not stiff and have cavities and intercellular spaces are immersed in certain substances which later impregnate the material and preserve its shape. Dehydration naturally is the removal of all traces of water from the cells and tissues with the help of chemical agents. It must be done before impregnation or final mounting because paraffin, the impregnation medium, and the mounting media are immiscible with water. Dehydration ആയിട്ട് ഉപയോഗിക്കുന്ന റിയേജൻസ് ആണ് ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് ഐസോപ്രിൽ ആൽക്കഹോളും പിന്നെ അസറ്റോണും നോർമൽ ബ്യൂട്ടൈൽ ആൽക്കഹോളും ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോളും ഓക്കെ. ഇനി ക്ലിയറിംഗ് ഓർ ഡിയൽകൊഹോളിസേഷൻ. ക്ലിയറിംഗ് അഥവാ ഡിയൽകൊഹോളൈസേഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് ടു സോൾവെൻറ്റ്സ് ഓഫ് വാറ്റ്സ് ആഫ്റ്റർ ദർ dehydration using reagents that are not solvents of fats. It is not an essential step in processing plant materials. However, it becomes necessary when the materials are dehydrated in reagents that are not miscible with the wax used in paraffin method of preparing serial sections or with the resinous media in which sections are permanently mounted. ക്ലിയറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന റിയേജൻസ് ചൈലിൻ അഥവാ ട്രൈക്ലോറോഈഥേനും ഒക്കെയാണ്. ക്ലോറോഫോമും ബെൻസീനും ഒക്കെയാണ്.
Infiltration and embedding in paraffin. This is a process of dissolving paraffin in the solvent that contains tissues. In this process, the concentration of paraffin gradually increases and the quantity of the solvent gradually decreases towards the end of the process. The solvent is completely eliminated from the system. Casting of wax impregnated material into blocks. Fixing the parafixing block to the holder of a microtome, sectioning or microtomy, affixing the ribbon, removal of wax, staining and mounting, cleaning and labeling are the major process. In cleaning and labeling, when the slides are completely dried, the excess Canada blossom on the slide surface should be carefully removed with a bung knife and the slide is left overnight. Any stains and stains techniques നോക്കുകയാണെങ്കിൽ classification of stains, 3 types: basic stains, acidic stains, neutral stains. Basic stains, these are the stains whose chromophoric group is a basic cation. In acidic stains, whose chromophoric group is an acidic anion. In neutral stain, these are the stains whose chromophoric group is amphoteric and zwitterionic, having combined properties of basic and acidic stains. Then coloring by stains. The stain impart color to the materials in the following ways. The ionized stain gets precipitated upon materials by surface absorption. In many cases, the dye may enter into the tissue and impart color. In some cases, staining involves the action of a special kind of substance called mordant. Then what is mordant and lake? Some stains can color the cell components only in combination with a metal or metallic compound known as mordant, and the mordant and its stain together form a complex called lake. There are natural dyes, synthetic dyes. The natural dyes are the dyes obtained from plant or animal source, and the synthetic dyes are picric acid, orange tea, light green, saffron, fast green, etc. And the preparation of saffron is very important. Saffron is also called saffron zero or basic red. It is a biological stain used in histology and cystology. And the preparation of 1% of saffron solution is take 50 ml of 2-methoxy ethanol, mix it with 25 ml 100% of ATOH, add 25 milliliter DI water, add 1 gram of sodium acetate and dissolve, add 2 milliliter of 37% formaldehyde. Finally, add 1 gram of saffron syrup powder to make the final 1% saffron syrup solution. And hematoxylin is a dye obtained from the South America logwood tree. It gives blue to black color to chromatin. And the third type is carmine or acetocarmine, and this preparation is also important. Boil 100 ml of 45% of acetic acid in a flask fitted with a reflux condenser. Add a small pinch of carmine powder from a weighed out quantity of 2 gram. Remove source of heat and add the rest of the dye. Dissolve, cool and filter. Add a few drops of ferric acetate until the color is wine red. Store in a refrigerator. This stain is commonly used for cytological preparations. And the fourth type is aniline blue or cotton blue or china blue or spirit blue. And the fifth one is basic fuchsin. Sixth one is crystal violet. Okay, there are methods of staining, two types: single staining, double staining. Single staining, this is a staining method in which only a single type of stain is used. For example, only saffron or fast green is used for staining algal filaments, fungi, sections of bryophytes, etc. And the double staining, this is a staining method in which a combination of 2 different stains is used. A combination of an acidic dye and a basic dye with contrasting colors is most ideal. So, here the topic are closed. Thank you.